മുതൽ ഉപയോക്താക്കൾക്കായി നൽകിയിരിക്കുന്ന ട്രെൻഡിംഗ് വീഡിയോകൾ കാണിക്കുന്ന പേജ് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യൂട്യൂബ്. പുതിയ മാറ്റങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ഈ മാസം മുതൽ ട്രെൻഡിംഗ് പേജുകൾ അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ മാസം തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യൂട്യൂബ് പങ്കുവച്ചിരുന്നു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രെൻഡിങ്ങിനു പുറമെ ട്രെൻഡിംഗ് നൗ എന്നുള്ളതും അപ്രത്യക്ഷമാകും. പകരം ഉപയോക്താക്കളുടെ രീതിക്കനുസരിച്ചുള്ള പുതിയ ഉപയോഗ രീതികളും പുതിയ ട്രെൻഡുമായി ബന്ധമുള്ള പുതിയ കാറ്റഗറികളും പ്രത്യേക പട്ടികകളും സെക്ഷനുകളും അവതരിപ്പിക്കാനാണ് നീക്കം. 10 വർഷങ്ങൾക്ക് മുൻപാണ് ഉപയോക്താക്കൾക്കായി ട്രെൻഡിംഗ് സെക്ഷൻ യൂട്യൂബ് അവതരിപ്പിക്കുന്നത്. ട്രെൻഡിംഗ് സെക്ഷനിലുള്ള ഉപയോക്താക്കളുടെ വിസിറ്റ് കുറഞ്ഞതായി യൂട്യൂബ് നിരീക്ഷിച്ചിരുന്നു. ഇത് നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഇക്കാരണവുമുണ്ട്. ട്രെൻഡിംഗ് പേജ് ഒഴിവാക്കുകയാണെങ്കിൽ ഉപയോക്താക്കൾക്കായി മറ്റെന്താണ് യൂട്യൂബ് അവതരിപ്പിക്കുകയെന്ന ആകാംക്ഷയിലാണ് ടെക് ലോകം. ട്രെൻഡിംഗ് മ്യൂസിക് വീഡിയോസ്, വീക്ക്ലി ടോപ്പ്, പോഡ്കാസ്റ്റ് ഷോസ്, ട്രെൻഡിംഗ് മൂവി ട്രെയിലർ തുടങ്ങിയ കാറ്റഗറികൾ പുതുതായി ചേർക്കുമെന്നാണ് വിവരം. പോഡ്കാസ്റ്റിന് വേണ്ടിയുള്ള ഉയർന്ന ഡിമാൻഡും കാഴ്ചക്കാരിലുണ്ടായ വർധനവുമാണ് പുതിയ മാറ്റം വരുത്താൻ യൂട്യൂബിനെ പ്രേരിപ്പിച്ചത്. തന്നെയുമല്ല, ട്രെൻഡിംഗ് കണ്ടന്റിനായി ഒരു പ്രത്യേക ടാബോ സെക്ഷനോ ആവശ്യമില്ലെന്ന് യൂട്യൂബ് തിരിച്ചറിഞ്ഞതും മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. സെർച്ച് ടാബിൽ പോയാൽ തന്നെ ട്രെൻഡിംഗ് വീഡിയോ മനസ്സിലാക്കാനാകുമെന്നും യൂട്യൂബ് പറയുന്നുണ്ട്. ഷോർട്സ് കണ്ടന്റുകൾക്കുള്ള ജനപ്രിയത കണക്കിലെടുത്ത് ഇത്തരം കണ്ടന്റുകൾ അവതരിപ്പിക്കുന്നതിനുള്ള വൈവിധ്യമാർന്ന കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനും യൂട്യൂബ് തീരുമാനമെടുത്തിട്ടുണ്ട്.